Welcome back all of you. Thymonaana. This is thyroid hormones and antithyroid drugs. This video series is the video. Second video. This video we discuss the thyroid hormones, T3, T4 pharmacology. We discuss this. Here we antithyroid drugs. So, this medicine we thyroid hormone കാരണം ഈ മരുന്നുകൾ ഈ പ്രോസസ്സിലാണ് ഇടപെടുന്നത്. ഈ പ്രോസസ്സിന്റെ വിവിധ സ്റ്റെപ്പുകളിൽ ഇടപെട്ടിട്ടാണ് ആന്റി തൈറോയ്ഡ് ഡ്രഗ്സ് തൈറോയ്ഡ് ഹോർമോൺസ് ഇല്ലാതാക്കുന്നത്. സോ നമ്മളപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രോസസ്സിന്റെ ഓരോ സ്റ്റെപ്പ് പറയുമ്പോൾ ആ സ്റ്റെപ്പിൽ എവിടെയാണ് ആ മരുന്നുകൾ ഇടപെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ആ മരുന്ന് ഗ്രൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് പോകാം. സോ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആന്റി തൈറോയ്ഡ്, 2 ഗ്രൂപ്പ്സ് ഓഫ് ആന്റി തൈറോയ്ഡ് ഡ്രഗ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാകാനുള്ള ഫസ്റ്റ് സിഗ്നൽസ് മെസ്സേജസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രെയിനിൽ നിന്നാണ്. ബ്രെയിനിലെ ഹൈപ്പോതലാമസിൽ നിന്നാണ് സിഗ്നൽ തുടങ്ങുന്നത്. ഹൈപ്പോതലാമസിലെ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിൽ നിന്ന് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അതിന്റെ പേര് TRH, തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺസ് ആണ്. അത് റിലീസ് ചെയ്യുമ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് ഇതെത്തുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തൈറോട്രോപ്സിലെത്തുന്നു, അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ റിലീസ് ചെയ്യും. ഈ TRH റിലീസ് ചെയ്യുന്നപ്പോഴാണ് ബ്ലഡിലെ T3യും T4ന്റെയും അളവ് കുറയുമ്പോഴാണ്. സോ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന TSH ഇത് ബ്ലഡിലൂടെ വന്ന് തൈറോയ്ഡ് ഫോളിക്കിൾസിലെത്തും. തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഫോളിക്കിൾസിലെത്തുന്നതോടെ തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും, തൈറോയ്ഡ് ഹോർമോൺ തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം, അതിനകത്തുള്ള ഫോളിക്കിൾസിലെത്തുമ്പോൾ തൈറോയ്ഡ് സിന്തസിസ് ആരംഭിക്കും. സോ അതിനു മുമ്പ് തന്നെ ഫോളിക്കിൾസിനകത്ത് വേറെ സാധനം ഉണ്ടായിരിക്കണം. അതിനെയാണ് തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. തൈറോഗ്ലോബുലിൻ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി T3 ആൻഡ് T4 ഉണ്ടാവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു ബ്ലഡ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡിലെ തൈറോയ്ഡ് ഫോളിക്കിൾ ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എ ബ്ലഡ് വെസൽ. ബ്ലഡിലൂടെ T3, T4 വരുന്നു. അത് സ്റ്റിമുലേറ്റ് ചെയ്തു. സോ ബ്ലഡിലൂടെ അയോഡിൻ വരുന്നുണ്ട്. ബ്ലഡിലൂടെ അയോഡിൻ വരുമ്പോൾ അയോഡിനെ ഈ തൈറോയ്ഡ് ഫോളിക്കിൾസ് എടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ നമ്മൾ അയോഡിൻ അപ്ടേക്കുന്നോ അയോഡിൻ ട്രാപ്പിംഗ് എന്നോ വിളിക്കും. സോ ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അയോഡിൻ അപ്ടേക്ക് ഓർ അയോഡിൻ ട്രാപ്പ്. ഈ അയോഡിൻ ട്രാപ്പ് എടുക്കാനായിട്ട് ഫോളിക്കുലാർ സെൽസിൽ ദർ ഷുഡ് ബി എ പ്രോട്ടീൻ. ആ പ്രോട്ടീന്റെ പേര് ഒരു ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ആണ്, ഒരു സിംപോർട്ടർ ആണ്. ആൻഡ് ദിസ് സിംപോർട്ടർ ഈസ് സോഡിയം അയഡൈഡ് സിംപോർട്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വേണം. NIS, സോഡിയം അയഡൈൻ സിംപോർട്ടർ. സോ ഈ സിംപോർട്ടർ ആക്റ്റീവ് ആകുമ്പോഴാണ് അയഡിൻ ഇതിലേക്കൂടെ അകത്തേക്ക് തൈറോയ്ഡ് ഫോളിക്കുലാർ സെൽസിനകത്തേക്ക് എത്തുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ഹിയർ ഇസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് തൈറോയ്ഡ് ആന്റിതൈറോയ്ഡ് ഡ്രഗ്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഇൻഹിബിറ്റേഴ്സ് ഓഫ് ദിസ് NIS, സോഡിയം അയഡൈഡ് ഇൻഹിബിറ്റേഴ്സ്, സിംപോർട്ടേഴ്സ് ഇൻഹിബിറ്റേഴ്സ്. NIS ഇൻഹിബിറ്റേഴ്സ് മരുന്നുകളുടെ പേര് തയോസയനൈഡ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ആൻഡ് സെക്കൻഡ് ഈസ് പെർക്ലോറേറ്റ്സ് ആൻഡ് തയോസയനൈഡ്സ് ആണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പ്. ദർ ആർ സം അതർ ഓൾസോ. ഫ്ലൂറോബോറേറ്റ്സ് ഉണ്ട്, നൈട്രേറ്റ്സ് ഉണ്ട്. സോ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ഇത് തന്നെ നമ്മളൊന്നും പറയാൻ പോകുന്നില്ല ഈ മരുന്നുകളെ കുറിച്ച്. ബിക്കോസ് ദീസ് ആർ നോട്ട് ഇൻ യൂസ്. ഉപയോഗത്തിലില്ല. ദീസ് ആർ ടോക്സിക്, ഹൈലി ടോക്സിക് ഡ്രഗ് ആണ്. ആൻഡ് ദീസ് ക്യാൻ ഡിപ്രസ് ബോൺ മാരോ ഓൾസോ. പക്ഷെ നമ്മളിത് പഠിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇവിടെ പറയുന്ന കാരണം എന്താ വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന പല പച്ചക്കറികളിലും, ഉദാഹരണം ക്യാബേജിനകത്ത് ഇറ്റ് കണ്ടെയ്ൻ lot of thiocyanate ഉണ്ട്. And these thiocyanate can inhibit this process. അപ്പോൾ അയഡിൻ ട്രാപ്പിംഗ് ക്യാൻ ബി ഇൻഹിബിറ്റഡ്. അയഡിൻ ഇതിനകത്തേക്ക് വരുന്നില്ല. അയഡിൻ ഇല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് ഇല്ലാതെ വരും. സോ ക്യാബേജ് ലൈക്ക് പച്ചക്കറികൾ ക്യാൻ ഇൻഹിബിറ്റ് ദീസ് തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസിനെ തടയാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് അബൌട്ട് ദിസ് ഡ്രഗ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗിനെ പറ്റി ഇത്രയേ പറയാനുള്ളൂ. ഇനി ഫോളിക്കുലാർ സെൽസിൽ കടന്ന അയഡൈഡ് നമുക്കൊന്ന് വരയ്ക്കാം. നമുക്ക് ആദ്യം വീണ്ടും ദിസ് ഈസ് ബ്ലഡ് വെസൽ. ഓക്കെ, സോ ദിസ് ദ ഫോളിക്കുലാർ സെൽസ്. ഇത് ഫോളിക്കുലാർ സെൽസ് ആണെന്ന് നോക്കിയാൽ ഇത് ഫോളിക്കുലാർ ക്യാവിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ട്രാൻസ്പോർട്ടർ ഉണ്ട്, NIS ട്രാൻസ്പോർട്ടർ ഉണ്ട്. അയഡിനകത്ത് കിടന്നു. ആൻഡ് ഇവിടെ കടന്ന അയഡിൻ ഒരു പെൻഡ്രിൻ, ഇവിടെ ഒരു വേറെ ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ആസ് പെൻഡ്രിൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ വഴി ഇവിടെ എത്തുന്നു. സോ ഇവിടെ ഓൾറെഡി തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇനി ഇവിടെ ദർ ഇസ് അനദർ എൻസൈം. ഇവിടെ ഒരു എൻസൈം ഉണ്ട് ഈ ബ്രഷ് ബോർഡർ സൈഡിൽ. ഈ എൻസൈമിന്റെ പേര് TPO ഓർ തൈറോയിഡ് പെറോക്സിഡേസ് എന്നാണ്. തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയുന്ന ഒരു enzyme. And this
thyroid peroxidase will oxidize this iodine. ഈ iodine oxidize ചെയ്യുന്നു. ഈ iodine oxidize ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാവും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് കിട്ടുന്ന ഐഡിനിയം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. ഹൈപ്പോ ഐഡിനസ് ആസിഡ് കിട്ടും. ദെൻ എൻസൈം ലിങ്ക്ഡ് ഹൈപ്പോ അയോഡൈഡ്. സോ അങ്ങനെയുള്ള പല ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള അയോഡൈഡ്സ് നമുക്ക് കിട്ടും. ആൻഡ് ദിസ് അയോഡൈഡ്സ് will bind to this thyroglobule. തൈറോഗ്ലോബിൽ ഇങ്ങനെ ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ തൈറോഗ്ലോബിലിനകത്ത് ഒരുപാട് അമിനോ ആസിഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ അമിനോ ആസിഡിലെ ടൈറോസിൻ റെസിഡ്യൂസിൽ പോയിട്ട് ഈ അയഡിൻ വന്ന് പിടിക്കും. സോ ഈ പ്രോസസ്സിനെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചേരുന്നതിനെ നമ്മൾ പറയുക അയോഡിനേഷൻ എന്നാണ്. അയോഡിനേഷൻ. സോ ഫസ്റ്റ് ഇറ്റ് വിൽ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആൻഡ് ദെൻ അയഡിനൈസ്ഡ്. അയഡിനൈസ് ദിസ് തൈറോഗ്ലോബുലിൻ. തൈറോഗ്ലോബുലിനെ അയഡിനൈസ് ചെയ്യുന്നു. എവിടെയാണെന്ന് പറഞ്ഞത് ടൈറോസിൻ റെസിഡ്യൂസിലാണ്. അപ്പോൾ ഒരു അയഡിൻ വേണമെങ്കിൽ പിടിപ്പിക്കാം, രണ്ട് അയഡിൻ വേണമെങ്കിൽ പിടിപ്പിക്കാം. ഇവിടെ നമുക്ക് രണ്ട് അയഡിൻ പിടിപ്പിക്കാം. സോ ഒരു അയഡിൻ ആണ് പിടിപ്പിക്കുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് മോണോ അയഡോ ടൈറോസിൻ കിട്ടും. രണ്ട് അയഡിൻ പിടിപ്പിക്കുകയാണെങ്കിൽ ഡൈ അയഡോ ടൈറോസിൻ കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് അയഡിനേഷൻ ഓർ വേറെ പേര് കൂടിയുണ്ട് ഓർഗാനിഫിക്കേഷൻ എന്നും നമ്മൾ പറയും. സോ വാട്ട് വി ഗെറ്റ് നൗ മോണോ അയഡോ തൈറോസിൻ കിട്ടി, ഡൈ അയഡോ ടൈറോസിൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മോണോ അയഡോ ടൈറോസിനും ഡൈ അയഡോ ടൈറോസിനെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. സോ കൂട്ടിച്ചേർക്കുന്നതിന് നമുക്ക് കപ്ലിംഗ് എന്നാണ് പറയുക. കപ്ലിംഗ് റിയാക്ഷൻ ബിറ്റ്വീൻ MIT ആൻഡ് DIT. ഒരു MITയും പ്ലസ് ഒരു DITയും കൂടി ചേർന്നാൽ നമുക്ക് ഇതിനകത്ത് രണ്ട് അയഡിനാണുള്ളത്, ഇതിനകത്ത് ഒരു അയഡിനാണുള്ളത്. സോ വിൽ ഗെറ്റ് ട്രൈ അയഡോ ടൈറോണിൻ ഓർ T3 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇഫ് രണ്ട് DIT പ്ലസ് DIT ആണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് T4 ആയിരിക്കും കിട്ടുക, ലീവോ തൈറോക്സിൻ. സോ തൈറോക്സിൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് T3 ആൻഡ് T4. ആൻഡ് ദിസ് പ്രോസസ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് കോൾഡ് ആസ് കപ്ലിംഗ്. സോ വി ഗെറ്റ് ദ thyroid hormone T3 and T4 follicular cavity il undai kazhinju. Ini this T3 and T4 will be taken into endocytosis vadi into the T3 and T4 ആയിട്ട് ഇവിടെ എത്തും. ഓക്കെ. ആൻഡ് ദിസ് ഓൾ റിയാക്ഷൻസ് ഇവിടെ എല്ലാം നടക്കുന്ന റിയാക്ഷൻസ് എല്ലാം കാറ്റലൈസ് ചെയ്യുന്നത് തൈറോയിഡ് പെറോക്സിഡേസ് ആണ്, അല്ലെങ്കിൽ TPO ആണ്. സോ ഹിയർ ഈസ് അവർ നെക്സ്റ്റ് ഡ്രഗ്. അടുത്ത ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ദീസ് ഓൾ ഡ്രഗ്സ്, ദീസ് ആന്റിതൈറോയ്ഡ് ഡ്രഗ്സ് ഇൻഹിബിറ്റ് ദിസ് TPO. They all inhibit this TPO which is bound to this brush border, outer side of the brush border ലുള്ള TPO യിൽ പോയി പിടിച്ചിട്ട് that will inhibit these drugs. And what are these drugs? ഏതാണ് ഈ ഡ്രഗ് എന്ന് വെച്ചാൽ these both are thioamides ആണ്. thioamides or thionamides എന്നും പറയാറുണ്ട്. thioamide group of drug ആണ്. രണ്ട് പ്രധാനപ്പെട്ട ഡ്രഗുകളാണുള്ളത്. ഒന്നത് Propylthiouracil or PTU എന്ന് നമുക്ക് എഴുതാം. ദെൻ രണ്ടാമത്തത് Carbimazole or Methimazole. Another Carbimazole ഒരു പ്രോ ഡ്രഗ് ആണ്, അതിൽ നിന്നുണ്ടാവുന്ന Methimazole. സോ Carbimazole and Methimazole നമുക്ക് ഒറ്റൊരു മരുന്നായിട്ട് തൽക്കാലം കൂട്ടുകയാണെങ്കിൽ we get two drugs, Propylthiouracil and Carbimazole and Methimazole. And this is the most important group of drugs. So antithyroid drug എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് TPO inhibitors ആണ്, thyroid peroxidase inhibitors ആണ്, thioamides ആണ്, Propylthiouracil and Carbimazole. So now we have to talk about Propylthiouracil and Carbimazole. രണ്ട് മരുന്നും Propylthiouracil ആയാലും Carbimazole ആയാലും രണ്ടും thioamides ആണെന്ന് നമ്മൾ പറഞ്ഞു. Both are thioamides. So this is a similarity. രണ്ടാമത്തെ സിമിലാരിറ്റി ഉള്ളത് their onset of action is slow. Onset is slow. That means it will take 3 to 4 weeks. 3 to 4 ആഴ്ച പിടിക്കും മരുന്ന് കൊടുത്ത്. 3 to 4 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഇതിന്റെയും ആക്ഷൻ തുടങ്ങുക. കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ this inhibit only synthesis of T3 and T4. പുതുതായിട്ടുണ്ടാവുന്ന T3 T4നെയാണ് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നേരത്തെയുള്ള ഇപ്പോൾ സെല്ല് വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ T3 T4 ഇവിടെ കിടപ്പുണ്ടെങ്കിൽ അതിന്റെ റിലീസിനെ ഇവ തടയുന്നില്ല. സോ ദാറ്റ് വിൽ ആക്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് തമ്മിലുള്ള വ്യത്യാസമാണ്. Propylthiouracilum Carbimazole തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. Propylthiouracil is less potent. ഇത് പൊട്ടൻസി കുറവാണ്. It is less potent than Carbimazole. So ഇതിന്റെ ഡോസ് ഒരു 500 milligram ഒക്കെ ആണെങ്കിൽ Carbimazole 20 milligram അങ്ങനെയൊക്കെ. ഈവൻ Methimazole ഇത് പ്രോ ഡ്രഗ് ആണ്. Methimazole is 5 milligram അങ്ങനെയൊക്കെയാണ്. So it is still more potent. So പൊട്ടൻസി ആണ് ആദ്യത്തെ കാര്യം. So പൊട്ടൻസി one thing. രണ്ടാമത്തെ PTU ആണ് ഡ്രഗ്. Propylthiouracil ഡ്രഗ് ആണെങ്കിൽ രണ്ടാമത്തെ ദിസ് എ പ്രോ ഡ്രഗ് ആണ് നമ്മൾ പറഞ്ഞു. Carbimazole is a pro drug. So it is converted to Methimazole.
മെത്തിമസോൾ ആയിട്ട് മാറിയിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ വ്യത്യാസം, PTU is short acting, കുറച്ച് നേരമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ആക്ടിങ് T-half എന്ന് പറയുന്നത് 1 to 2 hours ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ദിവസം 3 നേരമെങ്കിലും കഴിക്കേണ്ടി വരും TAD, ആൻഡ് ഇറ്റ് ഗെറ്റ്സ് റാപ്പിഡ്ലി മെറ്റബോളൈസ്. കാർബിമസോൾ പക്ഷേ ലോങ് ആക്ടിങ് ആണ്, കാർബിമസോൾ. ദിവസം ഒരു നേരം കൊടുത്താൽ മതിയാവും, ഡെയിലി വൺസ്. അതിന്റെ T-half എന്ന് പറയുന്നത് 4 to 6 hours ആണ്. ഇനി നാലാമത്തെ വ്യത്യാസം പറഞ്ഞാൽ PTU ഈസ് നോട്ട് ഗിവൺ ഫോർ ലോങ് ടേം തെറാപ്പിക്ക് പ്രൊപ്പൈൽതയോയുറാസിൽ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഹെപ്പാറ്റോടോക്സിക് ആണ്. മെത്തിമസോൾ ആൻഡ് കാർബിമസോൾ ആണ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ലോങ് ടേം തെറാപ്പി ഓർ ക്രോണിക് ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മൾ കൊടുക്കുന്ന തൈറോയിഡിസിന് കൊടുക്കുക ദീസ് ഡ്രഗ്സ് ആണ്, ബിക്കോസ് ദിസ് ഡസൻ കോസ് ദിസ് ഹെപ്പാറ്റിക് ടോക്സിക്. സോ ഇത് എന്തിനൊക്കെ കൊടുക്കാം, ഗിവൺ ഫോർ ഗ്രേവ്സ് ഡിസീസിന് കൊടുക്കാം, ടോക്സിക് മൾട്ടി നോഡുലാർ ഗോയിറ്റർ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊടുക്കാം, തൈറോയിഡ് ക്യാൻസർ. സോ ഇവയ്ക്കെല്ലാം നമ്മൾ കൊടുക്കുക കാർബിമസോൾ ഓർ മെത്തിമസോൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പൈൽതയോയുറാസിൽ, ബിക്കോസ് ലോങ് ടേം കൊടുക്കാനായിട്ട് ഈ ഡ്രഗ് പറ്റില്ല, ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കും. അഞ്ചാമത്തെ വ്യത്യാസം പ്രൊപ്പൈൽതയോയുറാസിൽ ഈസ് മോർ പ്രോട്ടീൻ ബൗണ്ട്, കൂടുതൽ പ്രോട്ടീൻ ബൗണ്ട് ആണ്, ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആണ് 75%. ബട്ട് ദിസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് പ്രോട്ടീൻ ബൗണ്ട് അല്ല. ആറാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൈൽതയോയുറാസിൽ ഡസൻ ക്രോസ് പ്ലാസെന്റ, കടക്കുമായിരിക്കും, ബട്ട് ലെസ് പ്ലാസെന്റൽ ബാരിയർ ക്രോസിംഗ് കുറവാണ്. ദിസ് പ്ലാസെന്റൽ ബാരിയർ കടക്കാം. അപ്പോൾ എന്താണ് പ്രശ്നം? സോ ദിസ് ഈസ് സേഫ് ഇൻ പ്രഗ്നൻസിയിൽ ഇത് സേഫ് ആണ്. ദിസ് ഈസ് നോട്ട് സേഫ്. ഇറ്റ് ക്യാൻ ഡാമേജ് ടു ഫീറ്റസ് ഉണ്ടാക്കാം, ഡാമേജ് ടു പീസ്റ്റ്. സോ അപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഇത് കൊടുക്കാം, ഇത് കൊടുത്തുകൂടാ എന്നുള്ളതല്ല. PTU ഈസ് ഗിവൺ ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രൊപ്പൈൽതയോയുറാസിൽ കൊടുക്കും. And it is the drug of choice in hyperthyroidism in pregnancy in the first trimester of pregnancy, but carbimazole is contraindicated in first trimester ഇത് കൊടുക്കാൻ പാടില്ല, because it can cause teratogenicity ഉണ്ടാക്കും. എന്തെല്ലാമാണ് പ്രശ്നം എന്ന് വെച്ചാൽ എപ്ലാസിയ വൈറ്റിസ് ഉണ്ടാക്കും. ദാറ്റ് മീൻസ് സ്കിൻ ഉണ്ടാവുന്ന ആ ഫോർമാലിറ്റി അതിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പൊ സ്കിൻ ക്ലിയർ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. ദെൻ അനദർ വൺ ഈസ് കൊയാനൽ അട്രേഷ്യ എന്ന് വെച്ചാൽ നെയ്സോഫാരിങ്സും നെയ്സൽ കാവിറ്റിയും തമ്മിലുള്ള കണക്ഷൻ പ്രോപ്പർ അല്ലാതെ വരും, അതാണ് ഒരു പ്രശ്നം. ദെൻ ഇറ്റ് ക്യാൻ കോസ് ഇസോഫാജിയൽ അട്രീഷ്യ, ഇസോഫാഗസിന് കംപ്ലൈന്റ് ഉണ്ടാകാം. സോ ദിസ് ഷുഡ് നോട്ട് ബി ഗിവൺ ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. ബട്ട് ദ ട്വിസ്റ്റ് അതല്ല, കാർബിമസോൾ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഓർഗാനോജെനിസിസ് ഒക്കെ നടക്കുക, അപ്പോഴാണ് ടെറാറ്റോജെനിസിറ്റി ഉണ്ടാക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ആ പ്രശ്നമില്ല. സോ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ വി ക്യാൻ ഗിവ് കാർബിമസോൾ. യൂഷ്വലി കാർബിമസോൾ ആയിരിക്കും ദ ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ബിക്കോസ് ദർ ഈസ് നോ ചാൻസ് ഫോർ ടെറാറ്റോജെനിസിറ്റി. അപ്പോൾ നമ്മൾ ഹെപ്പാറ്റോടോക്സിറ്റി കൂടുതൽ നാൾ കൊടുക്കുമ്പോൾ ഹെപ്പാറ്റോടോക്സിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. വി വിൽ ഷിഫ്റ്റ് ടു ദിസ് ഡ്രഗ്. ബട്ട് ഓവറോൾ what we can say that PTU is more safe, is comparatively safe in pregnancy എന്ന് നമുക്ക് പറയാം. ഇനി what's the seventh difference? ഏഴാമത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ PTU can inhibit peripheral conversion. T4 to T3 peripherally conversion നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 5' deaminase വഴി കൺവേർട്ട് ചെയ്യുന്നു. അത് this can inhibit. പ്രൊപ്പൈൽതയോയുറാസിലിനെ ഇൻഹിബിറ്റ് ചെയ്യാം. So this is more effective in thyroid storm. This drug is more effective. And antithyroid of choice in thyroid storm ഇതാണ്. thyroid storm എന്താണെന്ന് ആഡൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. And carbimazole can be used. ഇത് കൊടുക്കാൻ പാടില്ലെന്നല്ല, carbimazole can be used but doesn't inhibit T4 to T3 കൺവേർഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നില്ല. സോ ഇതൊക്കെയാണ് the difference between പ്രൊപ്പൈൽതയോയുറാസിൽ ആൻഡ് കാർബിമസോൾ. ഞാൻ 7 വ്യത്യാസങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി സൈഡ് എഫക്ട്സ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ദീസ് ഡ്രഗ്സ്. സോ രണ്ടും കൂടി ചേർത്തിട്ടാണ്, തയോ അമൈഡ്സിനെ രണ്ടിനെയും കൂടി ചേർത്തിട്ട് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റി പറയാം. ഓക്കെ, ബോത്ത് ആർ സൾഫ. തയോ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് സം സൾഫ കണ്ടെയ്നിങ് ഡ്രഗ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ക്യാൻ കോസ് അലർജിക് റിയാക്ഷൻസ് എന്തായാലും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് ടൈപ്പ് ഓഫ് അലർജിക് റിയാക്ഷൻസ്? രണ്ട് മരുന്നും റാഷസ് ഉണ്ടാക്കാം, എർട്ടിക്കേറിയ ഉണ്ടാക്കാം,
ഉണ്ടാക്കാം. സോ യൂഷ്വലി അർട്ടിക്കേറിയൽ പാപ്പുലാർ റാഷസ് ആണ് സാധാരണ ഉണ്ടാക്കുക. ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ സിവിയർ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാം. ദെൻ ദിസ് ക്യാൻ കോസ് ആർത്രൾജിയയും ഉണ്ടാക്കാം. സോ ഇവിടെ ഞാൻ എഴുതിയില്ല, അർട്ടിക്കേറിയൽ പാപ്പുലാർ റാഷസ്. ദെൻ PTU മാത്രം, പ്രൊപ്പൽതയോറാസിൽ മാത്രം ഉണ്ടാക്കാവുന്ന ഒരു സീരിയസ് പ്രശ്നമാണ് എഗ്രാനുലോസൈറ്റോസിസ്. സംഭവം റയർ ആണ്, വളരെ റയർ ആണ്. എങ്കിലും ദിസ് ക്യാൻ കോസ് എഗ്രാനുലോസൈറ്റോസിസ്. എഗ്രാനുലോസൈറ്റോസിസ് മീൻസ് ഡിക്രീസ് ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് മീൻസ് ബ്ലഡിലുള്ളതാണ്, ബ്ലഡിലെ WBC സെല്ലാണ്. WBCയിലെ ഗ്രാനുലോസൈറ്റ്സിൽ ഏറ്റവും പ്രധാന ന്യൂട്രോഫിലാണ്. സോ ഡിക്രീസ്ഡ് ന്യൂട്രോഫിൽ. സോ വി ഹാവ് ടു മോണിറ്റർ ദ ലെവൽ. WBC കൗണ്ട് നോക്കുക, ന്യൂട്രോഫിലിന്റെ കൗണ്ട് എല്ലാം നോക്കുക. ആൻഡ് ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ കാർബിമസോൾ. കാർബിമസോളിന് ഗ്രാനുലോസൈറ്റോസിസ് പ്രശ്നമില്ല. രണ്ടാമത്തെ വേറെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പ്രൊപ്പൽതയോറാസിൽ ക്യാൻ കോസ് ഹെപ്പാറ്റോടോക്സിൻ. ആ ഒരു പ്രശ്നവും കാർബിമസോളിന് ഇല്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവയുടെ അഡ്വേഴ്സ് എഫക്ട് ആൻഡ് ഫൈനലി യൂസസ് ഇൻ ഓൾ കേസസ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസത്തിലാണ് നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുക. ഹൈപ്പർ തൈറോയിഡിസം ആസ് ആൻ ആന്റി തൈറോയിഡ് ഡ്രഗ്. സർജറി ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ സർജറിക്ക് മുമ്പുള്ള ഒരു ഓപ്ഷനായിട്ട് നമ്മൾ ദിസ് ഡ്രഗ്സ് ക്യാൻ ബി യൂസ്ഡ്. സോ PTU ഇൻ 1st trimester ഓഫ് പ്രഗ്നൻസി ഉപയോഗിക്കും. ദെൻ മെത്തിമസോൾ നമുക്ക് 2nd and 3rd trimester ഉപയോഗിക്കാം. തൈറോയിഡ് സ്റ്റോമിൽ PTU ആണ്, ആൻഡ് തൈറോയിഡ് സ്റ്റോമിൽ കാർബിമസോളും കൊടുക്കാം. സോ ദിസ് അബൌട്ട് 2 ഡ്രഗ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് സിന്തസിസ് ആണ് ഇൻഹിബിറ്റ് ചെയ്ത് ഇനി റിലീസ്. അതിൽ നിന്ന് സാധനം റിലീസ് ചെയ്യുന്ന ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡ്രഗുകൾ ഉണ്ടോ? അങ്ങനെയുള്ള ഡ്രഗുകളും ബാക്കി ഡ്രഗുകളും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു for watching.